പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന ചാപ്റ്റർ നിങ്ങളെല്ലാവരും ഭംഗിയായി പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ജോലി എന്താ? ആ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതാമെന്നുള്ളതും നോക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ചാപ്റ്റർ അല്ലേ പഠിക്കാൻ കുറച്ച് പാടാണ്. മീൻസ് കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതുക എന്നുള്ളത് കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന SCERT ഇറക്കിയ കുറച്ച് ചോദ്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 14 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യും. ഈ 14 ചോദ്യവും കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകുക. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും 99% നിങ്ങളുടെ എക്സാമിന് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചോദ്യ ഉത്തരം കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതുന്നത് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കൂടുതൽ വാചകം കുറച്ച് സമയമൊന്നും കളയുന്നില്ല. എങ്കിലും ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻ്റായിട്ട് അറിയിക്കുക. മറ്റ് ചാപ്റ്ററുകളുടെയും ഇങ്ങനെ ഒരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോകാം. ഇനി അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസിയിൽ 14 ചോദ്യങ്ങൾ. അതിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ ഇൻ സ്ട്രെങ്തനിങ് ദ ഡെമോക്രാറ്റിക് പ്രോസസ്. ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ PDF നിങ്ങൾക്ക് ടെലഗ്രാം വാട്സാപ്പ് ചാനൽ വഴി ഷെയർ ചെയ്ത് തരാം. ജോയിൻ ചെയ്യാനായിട്ട് ഇനിയും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ടെലഗ്രാം വാട്സാപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. ഏറ്റവും നല്ലത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്താലേ അപ്പോൾ നോട്ട് കിട്ടത്തുള്ളൂ. വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഞാൻ കാണാം ഒരുപാട് മെസ്സേജുകൾ വരികയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ടും റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആകും. ഓക്കെ, മാത്രമല്ല ഗ്രൂപ്പിനകത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നിങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധം ഉള്ളതുകൊണ്ടല്ല. പക്ഷേ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും ഈ പറയുന്ന ഇപ്പോൾ വാട്സാപ്പ് ചാനലിൽ ഏതാണ്ട് 1000-ഓളം മെമ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ 1000 പേർക്ക് നോട്ടിഫിക്കേഷൻ പോകും അല്ലേ? അപ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ പിന്നെ പുതിയ നോട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്ന അവർ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ആ പറയുന്നത്, വേറൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ 5 മാർക്കിനായിക്കോട്ടെ ഈ ഒരു രീതിയിൽ വേണം ഉത്തരം എഴുതാൻ. എന്ന് വെച്ചാൽ ഒറ്റ പാരഗ്രാഫിൽ ഒതുക്കണമെന്നല്ല, ഇത്രയും പോയിന്റുകൾക്കായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ ഇൻ സ്ട്രെങ്തനിങ് ദ ഡെമോക്രാറ്റിക് പ്രോസസ്. ഒരു കാര്യം പറയാം, നമ്മൾ തന്ന നോട്ടിനകത്ത് ഞാനിത് പോയിന്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയിന്റായിട്ട് പഠിച്ചിട്ട് എഴുതുന്ന കുട്ടികൾ ആ നോട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ അതിനെ ഒരു പാരഗ്രാഫ് ആക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി രണ്ടായാലും പോയിന്റുകൾക്ക് മാറ്റമൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചേ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്, ജനങ്ങൾ അവരെ അധികാരികളെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ പറഞ്ഞ ഉത്തരം തുടങ്ങേണ്ടത് എങ്ങനെയായിരിക്കണം, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ഒന്നും കൂടി ഒന്ന് പറയണം. എല്ലാ ചോദ്യം വന്നാലും ഒരു ട്രിക്കാണത് കേട്ടോ. അപ്പോൾ എന്താണ്, പബ്ലിക് ഒപ്പീനിയൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെമോക്രസി ബൈ എൻകറേജിങ് എവ്രി വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇതായിരിക്കും ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെമോക്രസി എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യും? എല്ലാവരും അവരുടെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും ഡിസിഷൻ മേക്കിംഗ് അത്രത്തോളം ഈസി ആവുമല്ലോ. അടുത്ത, ഇറ്റ് ഷേപ്സ് ദ ഗവൺമെൻറ് പോളിസീസ് അല്ലേ. ഗവൺമെൻറ് ഒന്നും മിണ്ടാതെ എന്ത് കിട്ടിയാലും വായു വെച്ചിരിക്കുന്ന ജനങ്ങളാണെങ്കിൽ ആ ഗവൺമെൻറ് അവർക്ക് വേണ്ടി വലുതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് പോളിസികൾ ഷേപ്പ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് സ്ഥാനം വഹിക്കും. ടു മീറ്റ് പീപ്പിൾസ് നീഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഇലക്ഷൻ റിസൾട്ട് ബൈ റിഫ്ലക്റ്റിംഗ് വോട്ടേഴ്സ് ചോയ്സസ്. അടുത്ത, പബ്ലിക് ഒപ്പീനിയൻ കീപ്സ് ദ ലീഡേഴ്സ് അക്കൗണ്ടബിൾ ബൈ കോൺസ്റ്റന്റ്ലി റിവ്യൂയിങ് ദിയർ ആക്ഷൻസ് ആൻഡ് ഹെൽപ്പ് പ്രിവെന്റ് മിസ്യൂസ് ഓഫ് ദ പവേഴ്സ് അല്ലേ. തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ ആർക്കായാലും തെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ലീഡേഴ്സ് എന്തായി മാറും, അക്കൗണ്ടബിൾ ആയിട്ട് മാറും. അടുത്ത്, ഇറ്റ് പ്രൊട്ടക്ട് സിറ്റിസൺസ് റൈറ്റ്. ജനങ്ങളുടെ അവകാശങ്ങൾ അത് പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെ? ബൈ ഒപ്പോസിങ് ആർബിട്രറി റൂൾസ് ആൻഡ് പ്രൊമോട്ട് ദ ഡിസ്കഷൻ ഓഫ് ദ പോളിസീസ് ലീഡിങ് ടു ബെറ്റർ ഗവേണൻസ് അല്ലേ. ഈ പറയുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഈ പറയുന്ന നിയമങ്ങൾ വന്നാൽ അതിനെതിരെ ജനങ്ങൾ ഈ പറയുന്ന സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഗവൺമെൻറ് അത് മാറ്റേണ്ടതായിട്ട് വരും. ഇറ്റ് ഓൾസോ മേക്ക് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് മോർ റെസ്പോൺസിബിൾ ആൻഡ് ഹെൽപ്പ് സ്റ്റോപ്പ് ഡിക്റ്റേറ്റർഷിപ്പ് ബൈ ഡിസ്കറേജിങ് അതോറിറ്റേറിയൻ റൂൾ അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഈ പൊളിറ്റിക്കൽ പാർട്ടികളിലും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. എന്തായിരിക്കും, ഏകാധിപത്യ ഭരണമൊന്നും കൊണ്ടുപോകാനായിട്ട് അവരൊരിക്കലും തുനിയത്തില്ല ജനങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ. സോ ഓവറോൾ പബ്ലിക് ഒപ്പീനിയൻ യുണൈറ്റ് പീപ്പിൾ ആൻഡ് സ്ട്രെങ്തൻ ഡെമോക്രസി. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം നിർത്താം. പെട്ടെന്ന് കേൾക്കുമ്പോൾ പാടായിട്ട് തോന്നും. ഞാൻ പറയുന്നത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേ. ചോദ്യം പറഞ്ഞേക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് ഡെമോക്രസി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ, ജനങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ജനങ്ങൾ കൃത്യമായിട്ട് അവരുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആരെയൊക്കെ അത് ബാധിക്കും? ആദ്യം ബാധിക്കാൻ പോകുന്നത് രാഷ്ട്രീയക്കാരെ, അത് കഴിഞ്ഞ് ബാധിക്കാൻ പോകുന്നത് മന്ത്രിമാരെ അല്ലെ. ഇവർ രണ്ടുപേർക്കും ആണല്ലോ ഇത് കൂടുതലായിട്ട് എഫക്റ്റീവ് ആകുന്നത് അല്ലേ.
നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ ചൂസ് ചെയ്ത് വിടുന്ന ആൾക്കാരല്ലേ ഈ മന്ത്രി MLA യും MP യും പഞ്ചായത്ത് മെമ്പറോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ അവരുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ ജനങ്ങൾ അവരുടെ അഭിപ്രായം തുറന്നു പറയണം. ഇതാണ് അതിൻ്റെ എസെൻസ്. ഇതിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു എന്ത് ചെയ്യാം, ഉത്തരവെഴുതാം. അപ്പോൾ എനിക്കൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കാം, പോയിന്റ് വേണ്ട കുട്ടികൾക്ക് ഇത് ഓർത്ത് വയ്ക്കാം. ഒന്നുകൂടി പറയുകയാണ്, പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് ഡെമോക്രസി ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? എൻകറേജിങ് എവ്രി വൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അല്ല, ഡിസിഷൻ മേക്കിങ്ങിൽ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പബ്ലിക് ഒപ്പീനിയൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് ഗവൺമെൻറ്റിന് പോളിസികൾ നിർമ്മിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നു. അവർ ലീഡേഴ്സിനെ അക്കൗണ്ടബിൾ ആക്കി മാറ്റുന്നു. അത് സിറ്റിസൺസിൻ്റെ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ പാർട്ടികളെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രാറ്റിക് പ്രോസസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആകണം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഒബ്സ്ട്രക്ട് ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന, അതായത് ജനങ്ങൾ അഭിപ്രായ രൂപീകരണത്തെ തടയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് പോയിന്റ് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന്, അറിവില്ലായ്മ, ഇല്ലിട്രസി, അല്ലേ? ലിമിറ്റ് ദ നോളജ് ആൻഡ് റാഷണൽ ഒപ്പീനിയൻ, അല്ലേ? നമുക്ക് അറിവ് കുറയുമ്പോഴത്തേക്കും ആര് പറയുന്ന കാര്യം നമ്മൾ വിശ്വസിക്കും. അതായത് ജനങ്ങൾക്ക് വിവരം, ഈ രാഷ്ട്രീയ ബോധമില്ലെങ്കിൽ അല്ലെങ്കിൽ അറിവില്ലെങ്കിൽ എന്ത് പറ്റും? രാഷ്ട്രീയക്കാരന്മാർ വന്ന് ചിരിച്ചു കാണിച്ച് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ നമ്മളത് ചിന്തിക്കാതെ തന്നെ അതങ്ങ് വിശ്വസിച്ച് അവർക്ക് വീണ്ടും വോട്ടിട്ട് മണ്ടന്മാരാകും. മറ്റൊന്ന്, ഡിജിറ്റൽ ഡിവൈഡ്, അല്ലേ? ടെക്നോളജിയിലെ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻസ് ആളുകളിൽ എത്തിക്കുന്നതിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുന്നു. ഞാനൊരു ഉദാഹരണം പറയുവാണ്. വയനാടിലെ ഉൾപ്രദേശത്ത് ജീവിക്കുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. അവർക്ക് എന്തായാലും പഴയ ആൾക്കാരാണ്, ഉൾപ്രദേശത്ത് ജീവിക്കുന്നതാണ്. അവർക്ക് എന്തായാലും വിദ്യാഭ്യാസം കുറവായിരിക്കും. വിവരമല്ല, വിദ്യാഭ്യാസം. അപ്പോൾ അവർ ഈ പറയുന്ന തിരിച്ചു കാണിക്കുന്ന രാഷ്ട്രീയക്കാർ വന്നിട്ട് കുറച്ച് അരിയും സാധനമൊക്കെ കൊടുത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റുമോ? ഇല്ല. ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പത്രവും മറ്റു മാധ്യമങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. മറ്റൊന്ന്, പോവർട്ടി, അല്ലേ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഐസൊലേറ്റഡ് ഗ്രൂപ്പ് സ്ട്രഗിൾ ടു പാർട്ടിസിപ്പേറ്റ്, അല്ലേ? പട്ടിണിയിൽ ബുദ്ധിമുട്ടുന്ന ഒരാൾ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ നോക്കുമോ? ഇല്ല. അവൻ എപ്പോഴും സ്വന്തം ആഹാരം കണ്ടുപിടിച്ച് അന്നത്തെ ജീവിതം, അന്നത്തെ കാര്യം നോക്കാനേ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടത്തില്ല. മാത്രമല്ല, ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. അതായത് എന്താണ്? അൺഹെൽത്തി പൊളിറ്റിക്കൽ പ്രാക്ടീസസ് ലൈക്ക് പാർട്ണർഷിപ്പ് ആൻഡ് ലാക്ക് ഓഫ് ഇന്റേണൽ ഡെമോക്രസി എഫക്റ്റ്. പാർട്ണർഷിപ്പ് അല്ല, പാർട്ടിസൺഷിപ്പ് എന്ന് വെച്ചാൽ പക്ഷപാതം, അല്ലെ? പക്ഷപാതവും അതുപോലെ ഇന്റേണൽ ഡെമോക്രസി ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യും? ഇതിനെ അഫക്റ്റ് ചെയ്യും. അടുത്ത്, അൺഹെൽത്തി ഇലക്ഷൻ പ്രാക്ടീസസ്. അതാ ഞാൻ പറഞ്ഞത്, പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന എന്തായിരിക്കും? ആഹാരവും സാധനങ്ങളും അപ്പോൾ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അന്നത്തെ ആഹാരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവർ വോട്ട് ചെയ്യും. സോ പറ്റും. കറപ്ഷൻ ആൻഡ് റീജിയണലിസം, അല്ലെ? സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ബേസിസ് വീക്ക് എന്ന റിയൽ ഒപ്പീനിയൻ. അതായത് ഇപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ എൻ്റെ മതത്തിൽപ്പെട്ട ആൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അയാൾ നല്ലവനോ മോശക്കാരനോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. തെറ്റായിട്ടുള്ള പ്രവണതയല്ലേ? മറ്റൊന്ന്, ഹീറോ വർഷിപ്പ്, അല്ലേ? ഞാനത് പേരെടുത്ത് പറയുന്നില്ല. കേരളത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും ഒക്കെ ഈ പറയുന്ന ഹീറോ വർഷിപ്പ് നല്ല രീതിയിലുണ്ട്. പക്ഷെ അവർ ഓക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ പാർട്ടിയിലുള്ള മറ്റുള്ളവർ ചെയ്യുന്ന ഓക്കെ ആണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള ജനവിധിക്ക് എതിരാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒന്നുകൂടെ, ഇല്ലിട്രസി, ഡിജിറ്റൽ ഡിവൈഡ്, പോവർട്ടി, അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, അൺഹെൽത്തി ഇലക്ഷൻ പ്രാക്ടീസസ്, കറപ്ഷൻ ആൻഡ് റീജിയണലിസം, ഹീറോ വർഷിപ്പ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സെറ്റല്ലേ? മൂന്നാമത്തെ ചോദ്യം, ഞാൻ സ്പീഡിൽ പറഞ്ഞു എന്ന് വേറൊന്നും കൊണ്ടല്ല, സമയം നമുക്ക് പരീക്ഷ എടുക്കാറായില്ലേ? സമയം കുറവാണ്, നിങ്ങൾക്കും കുറവാണ്, എനിക്കും കുറവാണ്. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മൾ വലിച്ചു നീട്ടിയിട്ട് ഞാനല്ലേ മക്കളെ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണ് നിങ്ങൾ സമയം കളയുന്നത്? നമുക്ക് പ്രിസൈസ് ആയിട്ട് കാര്യം പറഞ്ഞു പോവാം. അനലൈസ് ദ റോൾ ഓഫ് മീഡിയ ഇൻ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. മീഡിയയുടെ റോൾ എന്താണ്? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതും? ഈ ഒരു രീതിയിലായിരിക്കും എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഏത് ചോദ്യം കിട്ടിയാലും ഇങ്ങനെ അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക എന്ന രീതി ചോദ്യം വന്നാൽ ചോദ്യത്തിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ വിശദമായിട്ട് അങ്ങ് എഴുതുക. അപ്പോൾ തന്നെ ഒരു 2 ലൈൻ അങ്ങ് പോയി കിട്ടും, അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? റോൾ ഓഫ് മീഡിയ ഇൻ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. നിങ്ങൾക്കറിയാം മീഡിയയ്ക്ക് റോളുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതണം? മീഡിയ പ്ലേസ് എ മേജർ റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. എങ്ങനെ? ബൈ ഇൻഫ്ലുവൻസിങ് ഹൗ പീപ്പിൾ തിങ്ക് അബൌട്ട് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ്, അല്ലേ? നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് ഏത് വഴിയാണ്? മീഡിയ വഴിയാണ്. അപ്പോൾ നമ്മുടെ ചിന്താഗതിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മീഡിയയ്ക്ക് പറ്റുമല്ലോ? പറ്റും. അടുത്ത്, ഇറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് മീഡിയക്കകത്ത് വരുന്നത്? ട്രഡീഷണൽ മീഡിയകളും വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ന്യൂ മീഡിയകളും വരുന്നുണ്ട്. ട്രഡീഷണൽ മീഡിയക്കകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ന്യൂസ് പേപ്പർ, അല്ലെ? അതെന്ത് ചെയ്യും? റിപ്പോർട്ടുകൾ ഇവൻ്റ് ചെയ്യും, അത് ആൾക്കാരിലോട്ട് കിട്ടും, അവരത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനും ഈ പറയുന്ന ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കും. പക്ഷേ പ്രശ്നം എന്താ? ഇത് പലപ്പോഴും ബയാസ്ഡും ഇൻകറക്റ്റ് ഇൻഫർമേഷൻസും വരാം. ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാം. ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി റേഡിയോ TV എന്ന് പറയുന്ന മറ്റൊരു മാധ്യമമാണ്. ഇതിൻ്റെ ഗുണം എന്താണ്? ഇത് ലിറ്ററേറ്റ് ആയവർക്കും ഇല്ലിറ്ററേറ്റ് ആയ ഓഡിയൻസിനും ഒരുമിച്ച് വായിക്കാം. അതാണ് റേഡിയോ മീഡിയ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ കുറച്ചുകൂടി നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കും? TV ആൻഡ് റേഡിയോയ്ക്ക് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ പത്രത്തിനേക്കാളും കൂടുതൽ ഇത് ഫേമസ് ആയിട്ട് മാറിയത്.
They provide a platform for discuss voices and influence public thoughts widely. മൂന്നാമത് വരുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. എന്തൊക്കെയായിരിക്കും? ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതെ, അറ്റ് എ ടൈം നമുക്ക് റിയൽ ടൈമിൽ കാര്യങ്ങൾ അറിയാൻ കുറച്ചുകൂടി നല്ലത് സോഷ്യൽ മീഡിയയാണ് അല്ലേ? കാരണം ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ടി വിയിലാണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് വരണ്ടേ? സോഷ്യൽ മീഡിയ ആകുമ്പോഴോ കാണുന്നവൻ അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും, അപ്പം തന്നെ ആൾക്കാരിലോട്ട് കാര്യങ്ങൾ എത്തും അല്ലേ? ഇപ്പോൾ പല നേതാക്കന്മാർ ഒളിവിൽ പോകുന്നു, ആ നേതാക്കളെ കണ്ട ഉടനെ തന്നെ എന്ത് ചെയ്യും? ആ മീഡിയക്കാരാണെങ്കിൽ അത് അറിഞ്ഞ് അത് സെൻസേഷണൽ ആക്കാൻ വേണ്ടി കുറച്ച് സാഹിത്യ ഭാഷയൊക്കെ ഉപയോഗിച്ച് ചെയ്യും. സോഷ്യൽ മീഡിയക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ ഇപ്പോൾ കണ്ടോ, മീഡിയകളും സോഷ്യൽ മീഡിയയിലോട്ട് വരികയാണ്. അതായത് ടി വി ചാനലുകൾക്കെല്ലാം ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അതപ്പോൾ ഇപ്പം പുതിയ മീഡിയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. അതെന്തായിരിക്കും? ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. മാത്രമല്ല അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഹാഷ് ടാഗും മറ്റു കാര്യങ്ങളും അറിയാലോ. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അറിയാനും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതാണ് മീഡിയയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതണം? ആദ്യം പബ്ലിക് ഒപ്പീനിയന് മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ? അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്താണ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ മീഡിയകളാണ് വരുന്നത്? ട്രഡീഷണലും അതുപോലെ തന്നെ ന്യൂ മീഡിയയും. ട്രഡീഷണൽ വരുന്നത് പത്രം. പത്രത്തിൻ്റെ ഗുണം എന്താ? ഈ പറയുന്ന ഇഷ്യൂസ് ജനങ്ങളിലോട്ട് ആദ്യമായിട്ട് എത്തിക്കുന്നത് ഈ പറയുന്ന പത്രമാധ്യമങ്ങളാണ്. ഓക്കെ, അതിൻ്റെ കുഴപ്പം എന്താ? മിസ്ലീഡിങ് ന്യൂസസ് വരാം, ലേറ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ മറ്റൊരു കുഴപ്പം. റേഡിയോ ടി വി ആണെങ്കിൽ ഇല്ലിട്രേറ്റിനും അതുപോലെ ലിറ്ററേറ്റിനും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയെക്കാളും ട്രഡീഷണൽ മീഡിയയെക്കാളും ഗുണം അതാണ്. കാരണം പ്രായമായ ആൾക്കാർക്ക് ടി വി ഓണാക്കാനൊക്കെ അറിയാം, പക്ഷേ വാട്സാപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കാൻ അറിയാവോ? ഇല്ല. അടുത്ത സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായി നമുക്ക് റിയാക്ഷൻസും റിപ്ലൈസും പബ്ലിക്കിൻ്റെ ഒപ്പീനിയനും അറിയാനായിട്ട് പറ്റും. ഹാഷ് ടാഗും അതുപോലത്തെ കാര്യങ്ങൾ എഴുതി ചേർത്താൽ അതിൻ്റെ ഉത്തരം കിട്ടും. 5 മാർക്കിന് ചോദിച്ചാലും ഇതിപ്പോൾ പ്രിൻ്റഡ് ആയതുകൊണ്ട് ഒറ്റ സ്ലൈഡിൽ ഉൾപ്പെടുത്തി. നിങ്ങളിത് എഴുതി ഫലിപ്പിക്കുമ്പോൾ എന്തായാലും ഒരു 1.5 പുറത്തിനകത്ത് എഴുതാനുള്ള സാധനം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക, ബാക്കി കുറച്ച് ഗ്യാസ് കൂടി അടിച്ച് കയറ്റുക, ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, അനലൈസ് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അതുപോലെ മീഡിയ ലിറ്ററസി, അത് മൂന്നും കമ്പയർ ചെയ്യുക. ഇത് മൂന്നും ചിലപ്പോൾ ഒറ്റ ചോദ്യമായിട്ടും വരാം കേട്ടോ. ഞാൻ 3 ചോദ്യമായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്താണ്, മീഡിയ ലിറ്ററസി എന്താണ്, താരതമ്യം ചെയ്യാം. ഡിജിറ്റൽ ലിറ്ററസി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഡിജിറ്റൽ ലിറ്ററസി എന്ന് വെച്ചാൽ എന്താ? ആദ്യം അതാണ് എഴുതാനുള്ളത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി, എന്താണ്? ടു ഫൈൻഡ്, ഇവാലുവേറ്റ് ആൻഡ് യൂസ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ക്രിട്ടിക്കലി ആൻഡ് സേഫ്ലി. അപ്പോൾ കാര്യങ്ങൾ, ഡിജിറ്റലി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ഓപ്പറേറ്റ് ഡിവൈസസ്. എന്തൊക്കെ ഡിവൈസസ്? കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ പോലെ ഉള്ളവ. എ കീ ഫീച്ചർ ഓഫ് ഡിജിറ്റൽ ലിറ്ററസി എന്തായിരിക്കും? ഇസ് ദ സ്കിൽ ടു ക്വസ്റ്റ്യൻ ദ ആക്യുറസി ആൻഡ് ഇംപാർഷ്യാലിറ്റി ഓഫ് ദ ന്യൂസ് ബിഫോർ ബിലീവിങ് ഇറ്റ് അല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ക്രിട്ടിക്കൽ മീഡിയ എബിലിറ്റിയും കൂടി, മീഡിയ ലിറ്ററസിനും കൂടി വരുന്ന ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എന്നാലും മാത്രം ചോദിച്ചാൽ എഴുതി കയറ്റാം. മെയിൻ ഫീച്ചർ എന്തായിരിക്കും? ടെക്നിക്കൽ സ്കില്ലും നോളജും ആണ്. അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് വെച്ചാൽ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനുള്ള കഴിവാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ചോദ്യം എന്താ? മീഡിയ ലിറ്ററസി. എന്താ മീഡിയ ലിറ്ററസി? അപ്പോൾ ആദ്യം എഴുതണം എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി, എന്താണ്? ഉപയോഗിക്കുകയല്ല, ആക്സസ്, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ് യൂസിങ് ഓൾ ദ ഫോംസ് ഓഫ് ദ മീഡിയ. ഉപയോഗിക്കുന്ന മാത്രമല്ല, വരുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ്, ശരിയാണ്, തെറ്റാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ക്രിട്ടിക്കൽ എബിലിറ്റിയും കൂടി അതിനകത്ത് വരും, മീഡിയ ലിറ്ററസിക്കകത്ത് വരും. ഉപയോഗിക്കാൻ മാത്രം അറിഞ്ഞാൽ ഡിജിറ്റൽ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് മീഡിയ. മാത്രമല്ല നിങ്ങൾക്ക് പരസ്പരം മെസ്സേജ് അയക്കാനൊക്കെ പറ്റുകയും വേണം. ആ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ വരും? ഇൻക്ലൂഡിങ് ഡിജിറ്റൽ, പ്രിന്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിനകത്തുള്ള എല്ലാം വരും. അല്ല, ഇതെന്താ പറയുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ കണ്ടന്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഹൗ ഇറ്റ് ഷേപ്പ് അവർ പെർസെപ്ഷൻ ആസ് വെൽ ആസ് ക്രിട്ടിക്കലി ഇൻ്റർപ്രറ്റിംഗ് ദ ന്യൂസ്. അല്ലെ, ഇതിനെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ, ഇപ്പോൾ ഈ AI ബേസ് ചെയ്ത വീഡിയോസൊക്കെ വരുമ്പോൾ നമ്മുടെ അല്പം പ്രായമുള്ളവരൊക്കെ എന്ത് ചെയ്യും? അത് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് പറയാൻ പറ്റും, അല്ല ഇത് AI ആണ്. ആ അറിവാണ് മീഡിയ ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് ഉപയോഗിക്കാനുള്ള അറിവുണ്ടല്ലോ, അത് ഡിജിറ്റൽ ലിറ്ററസി. കുറച്ചുകൂടി അതിനെ ക്രിട്ടിക്കലി മനസ്സിലാക്കാനുള്ളത് മീഡിയ ലിറ്ററസി എന്ന് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഡിഫറൻറ്റ് മീഡിയകൾ ആക്സസ് ചെയ്യാനുള്ള കഴിവ്, അതിനെ അനലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉള്ള കഴിവ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവ്, പുതിയ മീഡിയ കണ്ടന്റുകൾ സ്വയം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ എന്താണ്? ആക്ടിങ് ആസ് എ റെസ്പോൺസിബിൾ ഡിജിറ്റൽ സിറ്റിസൺ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സിവിക് സെൻസോടുകൂടി ഇതിനെ ഉപയോഗിക്കാനുള്ള കഴിവ്. തെറ്റായിട്ട് വല്ലവൻ്റെയും അക്കൗണ്ടിൽ പോയി ചീത്ത പറയുക, ചുമ്മാ ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്യുക, അതൊന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, മീഡിയ ലിറ്ററസിക്കകത്ത് വരുന്നത്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റ വഴി കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മീഡിയ ലിറ്ററസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസ്, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ആണെങ്കിൽ, ഡിജിറ്റൽ ലിറ്ററസി ആണെങ്കിലോ ഫൈൻഡ്, ഇവാലുവേറ്റ് ആൻഡ് യൂസ് ദ ഡിജിറ്റൽ ഇൻഫർമേഷൻ ക്രിട്ടിക്കൽ. ഓക്കെ, ഇത് രണ്ടിനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് എന്ത്? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. അടുത്ത ചോദ്യം, റോൾ ഓഫ് ന്യൂ മീഡിയ ഇൻ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗീവ് യുവർ വ്യൂസ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ പരീക്ഷ ഹാളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി എഴുതുമ്പോഴത്തേക്കും തെറ്റും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു
ഒരു ഫ്രെയിം വർക്ക് പോലെ ഒരു ഹിൻഡ് പോലെ ഞാൻ ഈ ഉത്തരം തന്നേക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഉത്തരത്തിന് ഒരു ബേസ് നിങ്ങൾ ഒന്ന് രണ്ട് തവണ വായിച്ചിട്ട് പോകുമ്പോൾ കുറേ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരും. സമയം ലാഭിക്കാം. പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമാണല്ലോ പരീക്ഷയ്ക്ക് സമയം കിട്ടാത്തത്. അപ്പോൾ നോക്കിയോ, എന്താണ് ദ റോൾ ഓഫ് ന്യൂ മീഡിയ? എന്തായിരിക്കും ന്യൂ മീഡിയ എന്ന് വെച്ചാൽ? എന്താണ്? ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയുമാണ് നമ്മൾ ന്യൂ മീഡിയ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ വഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഇറ്റ് അലോ ദ പീപ്പിൾ ടു ആക്സസ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ക്വിക്ക്ലി ആൻഡ് ഷെയർ ദെയർ വ്യൂസ് ആൻഡ് പെർസെപ്ഷൻസ് ആൻഡ് ഡിസ്കസിങ് ഓൺ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ്. അല്ലെ, പെട്ടെന്നറിയാനും ഷെയർ ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയാനും നമ്മളിത് അനുവദിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹെൽപ്പ് ആംപ്ലിഫൈ ദ വോയിസസ്. അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്കിയേ, ചെറിയ നാട്ടിൽ കണ്ടൊരു പ്രശ്നം, ഒരുത്തൻ ചുമ്മാ റീൽസ് എടുത്തിട്ടു, പക്ഷെ അത് കൊണ്ടങ്ങ് കത്തി കയറി കഴിഞ്ഞാൽ മന്ത്രിമാർ വരെ അതിൽ വന്ന് ഇടപെടാറുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂസിനെ ആംപ്ലിഫൈ ചെയ്യുക, വലുതാക്കുക, ഇൻക്ലൂഡിങ് ദോസ് ഓഫ് ഓർഡിനറി സിറ്റിസൺസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. അല്ലെ, ഇത് ഇൻഫ്ലുവൻസർമാർക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞ കേൾക്കാൻ ഒരുപാട് ജനങ്ങളുണ്ട്, അപ്പോൾ അവൻ്റെ വാക്കിന് വിലയുണ്ട്. മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ഡൈവേഴ്സ് ഒപ്പീനിയൻ ടു ബി ഹേർഡ്. അല്ലെ, വ്യത്യസ്തമായ ഒപ്പീനിയൻസ് ജനങ്ങളിൽ അല്ലെങ്കിൽ ഈ മന്ത്രിമാരിൽ അധികാരികളിൽ എത്തിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ആണ്. അടുത്ത, ന്യൂ മീഡിയ ഓൾസോ ഷേപ്പ് ഹൗ പീപ്പിൾ പെർസീവ് ഈവൻറ്റ്സ് ബൈ ഫ്രെയിമിംഗ് സ്റ്റോറീസ് ആൻഡ് ഹൈലൈറ്റിംഗ് സർട്ടൻ ടോപ്പിക്സ്. അല്ലെ, ജനങ്ങൾ ഒരു വിഷയത്തെ പറ്റി എങ്ങനെ പഠിക്കുന്നു? നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതായിരിക്കും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. പണ്ട് നമ്മൾ കണ്ട പല സിനിമകളിലെയും പല കാര്യങ്ങളും ഇന്ന് തെറ്റാന്ന് നമുക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ ഈ മീഡിയയിൽ പലരും ഇത് പറഞ്ഞത് നമ്മൾ കേട്ടതുകൊണ്ടാണ്. പണ്ട് അതിനുള്ള വഴിയുണ്ടോ? ഇല്ല. ഈ പറയുന്ന ന്യൂസ് ചാനലിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരാളുടെ അഭിപ്രായമേ നമുക്കറിയാൻ പറ്റുമായിരുന്നുള്ളൂ, അല്ലെ നമ്മുടെ ചുറ്റുമുള്ള 5 പേരുടെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് തന്നെ ജനങ്ങളിൽ പലരുടെയും അഭിപ്രായങ്ങൾ അറ്റ് എ ടൈം സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ തന്നെ അതെന്ത് ചെയ്യും? മാറ്റും. വിച്ച് ക്യാൻ ഇൻഫ്ലുവൻസ് പബ്ലിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആക്ഷൻസ്. അല്ലെ, നമ്മൾ നിറത്തിൻ്റെ പേര് കളിയാക്കുന്നത്, ഒരാളെ രൂപത്തിൻ്റെ പേര് കളിയാക്കുന്നത്, ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ന്യൂ മീഡിയ എന്തായിരിക്കും? ഒപ്പീനിയൻ ഫോർമേഷൻ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുക. ഇനി ചില സമയത്ത് ഇത് ആവശ്യമില്ലാത്ത സൈബർ ബുള്ളിയിങ്ങിനും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു ഉത്തരം 2 തവണ നിങ്ങൾ വായിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പോയിന്റുകൾ ഈസി ആയിട്ട് കിട്ടും. ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് കേട്ടോ. അതായത് ഈ പോയിന്റുകൾ നിങ്ങൾക്ക് അറിഞ്ഞിടാത്തതൊന്നും അല്ല, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അടുത്ത, അനലൈസ് ദ റോൾ ഓഫ് പിയർ ഗ്രൂപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പിയർ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത്? ആരാ പിയർ ഗ്രൂപ്പ്? അപ്പോൾ നിങ്ങൾ അനലൈസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചോദ്യം ഒന്നുകൂടി അങ്ങ് എഴുതണം. എങ്ങനെ എഴുതണം? അതെ, പിയർ ഗ്രൂപ്പ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഫോമിംഗ് പബ്ലിക് ഒപ്പീനിയൻ ബിക്കോസ് ദേ കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണ്? പീപ്പിൾ വിത്ത് സിമിലർ ഏജ്, ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് who influence each other's vision on the society, polity and government. Through regular discussions, peer group help individuals from correct and strengthen their opinion, making these debates effective in shaping public opinion. നിങ്ങൾ തന്നെ കൂട്ടുകാർക്കിടയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, അതായത് നിങ്ങളുടെ കൂട്ടുകാർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളും ഡിസ്കസ് ചെയ്യാറ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ആദ്യകാലത്ത് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായിരിക്കും. നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള 10 കൂട്ടുകാരും ബിഗ് ബോസ് കാണുന്നവരാണ്. അപ്പോൾ അവന്മാരിരുന്ന് ബിഗ് ബോസിൻ്റെ കഥ പറയുമ്പോൾ നിങ്ങളും അറിയാതെ എന്ത് ചെയ്യും? ബിഗ് ബോസ് കണ്ടു തുടങ്ങും. അല്ലെങ്കിൽ അവർ അത്രയും ഫുട്ബോൾ ഫാൻസാണ്, നിങ്ങളും എന്ത് ചെയ്യും? ഫുട്ബോൾ കണ്ടു തുടങ്ങും. അത്രയും ക്രിക്കറ്റ് ഫാൻസാണ്, ക്രിക്കറ്റ് കണ്ടു തുടങ്ങും. ഇനി വല്ല ദുശീലങ്ങളുണ്ടെങ്കിൽ നിങ്ങളും അതിലോട്ട് പോകും. അതുകൊണ്ട് പബ്ലിക് ഒപ്പീനിയനും അതുപോലെ നിങ്ങളുടെ ഇൻഫ്ലുവൻസിലും പിയർ ഗ്രൂപ്പ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നോക്കി വേണം എന്ത് ചെയ്യാൻ? പിയർ ഗ്രൂപ്പിനെ തീരുമാനിക്കാൻ. അല്ലേ, കൂട്ടുകാരൻ പണി തരുന്നവനാണെന്ന് തോന്നിയാൽ ആദ്യം തന്നെ അവനെ ഉപേക്ഷിക്കണം കേട്ടോ, കാര്യം കൊടുത്ത് വിടണം. സോ പിയർ ഗ്രൂപ്പ് ഓഫൻ ലീഡ് ടു കോൺസെൻസ് ഓൺ പോളറൈസേഷൻ ആസ് പീപ്പിൾ ടെൻ ടു അഡ്ജസ്റ്റ് ദെയർ ബിലീഫ്സ് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻസ് ഓഫ് ദിയർ പിയേഴ്സ്. അല്ലേ, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം. അല്ലേ, ഇതെന്തായിരിക്കാം? ഇത് ആൾക്കാരിൽ ഒരു ബോധം ഉണ്ടാക്കാം, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അവരെ ധ്രുവീകരിപ്പിക്കുകയും ചെയ്യാം, അവരെ മാറ്റുകയും ചെയ്യും. അതായത് നിങ്ങളുടെ കൂട്ടുകാരനെന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ മതമൗലികവാദ സംഘടനകളിലുള്ള ഒരാളെന്ന് വിചാരിക്കുക, അയാൾ നിങ്ങൾ എപ്പോഴും പറഞ്ഞിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെ, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് പല സ്ഥലങ്ങളിലും അറിവും വിവരമുള്ളവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റായ മാർഗത്തിലോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പോകുന്നത്? അവർ ആ തെറ്റായ മാർഗത്തിലോട്ട് പോകുന്നതിൻ്റെ കാരണം എന്താ? അവർ തെറ്റായ മാർഗത്തിലോട്ട് പോകാനുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അവർ ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസിലോട്ട് എത്തുന്നത് കൊണ്ട് ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്, പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ്. നെക്സ്റ്റ് വരുന്നതാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഷേപ്പിംഗ് ആൻഡ് ഡെവലപ്പിംഗ് എ ചൈൽഡ്സ് നോളജ് ഇവാലുവേറ്റ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് ചോദിച്ചിട്ട് ഉള്ളത്. അപ്പോൾ നോക്കിയേ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ഡെവലപ്പിംഗ് എ ചൈൽഡ്സ് നോളജ് ഇവാലുവേറ്റ്. അപ്പോഴും ആദ്യം എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതണം. Education institutions are central to shape and develop child's knowledge, right, duties and thinking skills. ഒരു കുട്ടിയുടെ അറിവ്, അവൻ്റെ അവകാശങ്ങൾ, അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ, അവൻ്റെ ചിന്താശേഷി ഒക്കെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും.
ദേ പ്രൊവൈഡ് ദ മെയിൻ പ്ലാറ്റ്ഫോം ഫോർ ലേണിംഗ്, അല്ലെ ആദ്യമായിട്ട് ലേണിംഗ് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡൻറ്റും റാഷണൽ ഒപ്പീനിയൻസും ഫോം ചെയ്യാൻ സഹായിക്കുന്നു. ഒരു സ്ട്രക്ചർഡ് എഡ്യൂക്കേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്താഗതിയും എന്ത് ചെയ്യുന്നു, അത്തരത്തിലേക്ക് മാറുന്നു. സ്കൂൾസ് ആൻഡ് കോളേജ് എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ്, സിവിൽ അവയർനെസ്, അല്ലെ സിവിക് അവയർനെസ് പറഞ്ഞില്ലേ. ഇലക്ഷൻ്റെ ആദ്യം നിങ്ങൾ അറിഞ്ഞത് സ്കൂൾ ലീഡർ ഇലക്ഷനിലൂടെയല്ലേ. നിങ്ങൾ അച്ചടക്കം പഠിച്ചത് സ്കൂളിൽ നിന്നല്ലേ ആദ്യമായിട്ട്. ഒരുത്തിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം കാര്യങ്ങൾ എന്നൊക്കെ പഠിച്ച സ്കൂളിൽ നിന്നല്ലേ. അപ്പോൾ അതൊക്കെയല്ലേ പബ്ലിക് ഒപ്പീനിയൻ. തെറ്റായ ഒരു കാര്യം കാണുമ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്നല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, സ്കൂളിൽ നിന്നാണ്. സോ ത്രൂ എഡ്യൂക്കേഷൻ ചിൽഡ്രൻ ലേൺ ടു അനലൈസ് ഇൻഫർമേഷൻസിന് മനസ്സിലാക്കാൻ പഠിക്കും, ഓരോ കാര്യങ്ങളിലും ഡിസ്കഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പഠിക്കും, സൊസൈറ്റിയിൽ അല്ലെ പരസ്പരം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ എങ്ങനെ ഇടപെടണമെന്ന് പഠിക്കും. അതുപോലെ തന്നെ ദിസ് പ്രോസസ് നോട്ട് ഓൺലി സ്ട്രെങ്തൻ ദ എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി ബട്ട് ഓൾസോ പ്രിപ്പയർ ദം ടു കോൺട്രിബ്യൂട്ട് മീനിങ് ടു പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഡെമോക്രാറ്റിക് പ്രോസസ്. അല്ലെ ക്ലാസ്സിൽ ഡിസ്കഷൻസ് നടക്കുന്നു, ഒരു വിഷയത്തെപ്പറ്റി തീരുമാനം എടുക്കുന്നു, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കേൾക്കാൻ ആളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുന്ന അപ്പോൾ സ്കൂളുകളിൽ നിന്ന് ആണ്. അടുത്ത് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ബിഗിൻസ് ഫ്രം ദ ഫാമിലി. ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ്. ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഒരു ചോദ്യമായിട്ട് വന്നാൽ എങ്ങനെ എഴുതും? ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലിയിൽ നിന്നാണ്. എ ചൈൽഡ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഹോം. നമ്മൾ ഇടപെട്ട് തുടങ്ങുന്ന ആദ്യം വീട്ടിൽ നിന്നാണ് അല്ലേ. ട്രഡീഷണൽ ബിലീഫ്സ്, അവരുടെ വാല്യൂസ്, അവരുടെ പെർസെപ്ഷൻസ് ഒക്കെ നമ്മുടെ ഇതിലോട്ടും വരും. ഫാമിലി എന്തായിരിക്കും നമ്മുടെ ഒപ്പീനിയൻ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ അത് മുന്നേ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടുകാർ ചെയ്യുന്ന അതേ ഹാബിറ്റുകൾ ഫോളോ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളോട് നമുക്ക് താല്പര്യം ഉണ്ടാകും. അവർ കൊടുക്കുന്ന മോറൽ വാല്യൂസിനോട് നമുക്ക് താല്പര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഫാമിലി കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ ഫാമിലി ഇൻഫ്ലുവൻസ് ചൈൽഡ്സ് വ്യൂ ഓൺ സൊസൈറ്റി, പൊളിറ്റിക്സ് ആൻഡ് റൈറ്റ്സ് ത്രൂ ഡയറക്റ്റ് ഡിസിഷൻസ്, മോഡലിംഗ് ബിഹേവിയർ ആൻഡ് ഇൻസിസ്റ്റിംഗ് വാല്യൂസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം. These early perceptions and beliefs formed in the childhood often become foundation for their later opinions. അല്ലേ, സിവിക് സെൻസ്, നല്ല സാമൂഹിക ബോധമുള്ളൊരു കുടുംബത്തിൽ വളർന്ന കുട്ടിക്ക് നമ്മൾ ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കുട്ടി നന്നായിട്ട് പെരുമാറുമ്പോൾ അവനെ കുടുംബക്കാരുടെ അല്ലെങ്കിൽ അവൻ വളർത്തിയതിൻ്റെ ഒരു വൃത്തി അവന് കാണാനുണ്ട്. ചിലപ്പോൾ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ചോദിക്കും, ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നത് തന്നെയാണോ എന്നൊക്കെ ടീച്ചർമാർ ചോദിക്കാറില്ലേ. എന്തുകൊണ്ടാണ്? വീടാണ് ഏറ്റവും ആദ്യം. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ നല്ല ശീലങ്ങൾ പഠിച്ചാൽ നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മനുഷ്യരുടെ കാര്യമാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നല്ല ഫാമിലി എന്ന് വെച്ചാൽ കാശുള്ള ഫാമിലി എന്നല്ല, നല്ല സ്വഭാവവും മൂല്യങ്ങളും ഉള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയൊക്കെ നോർമലി കുറച്ച് നല്ല മൂല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും പറഞ്ഞാൽ അവിടെ തല്ലിപ്പൊളികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സോ അതൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും അടുത്ത ചോദ്യം, വൺ ഏജൻസി ദാറ്റ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻസ് ഫാമിലി, വിച്ച് ആർ ദ അതർ ഡിഫറെൻറ്റ് ഏജൻസീസ്? ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഏജൻസികൾ ഏതൊക്കെയാണ് പോയിന്റ് ചെയ്തങ്ങ് പറഞ്ഞാൽ മതി. ഒന്ന് ഫാമിലി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിയർ ഗ്രൂപ്പ്, മീഡിയ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്, ഒപ്പീനിയൻ പോൾ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം സഹായിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ ഈ 8 പോയിന്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല, നിങ്ങളുടെ SCERT-കാർ ഉണ്ടാക്കിയ ചോദ്യമാണ്. ഞാൻ അത് ഒരുമിച്ചാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. വൺ ഫീച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ദാറ്റ് ഈസ് റിഫ്ലക്ട് ഡൈവേഴ്സ് ഒപ്പീനിയൻ, ഫൈൻഡ് ഔട്ട് ദ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഒന്ന്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കിവിടെ പറയാനായിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ്. അടുത്ത്, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ എന്നല്ല, ഓരോ വ്യക്തികളുടെയും ഒപ്പീനിയൻ എന്ന് ആണ്. ഇത് സമയത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും അറിവിനനുസരിച്ചും മാറാം. നിങ്ങൾ കൊച്ചിലെ വിചാരിച്ച കാര്യം ആയിരിക്കത്തില്ല കുറച്ച് വളർന്നു കഴിയുമ്പോൾ ചിന്തിക്കുന്നത്. പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് ഫോംഡ് നോട്ട് ഓൺലി ഓൺ പൊളിറ്റിക്കൽ മാറ്റർ. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമൊന്നും വിചാരിക്കരുത്, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ രൂപപ്പെടാറുണ്ട്. നല്ല രീതിയിൽ രൂപപ്പെട്ടാൽ അത്രയും നല്ലത്. ദർ ഇസ് നോ ഫിക്സഡ് പ്ലേസ് ഫ്രം വെയർ വൺ കൻ എക്സ്പ്രസ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ പറയാനായിട്ട് അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല, എവിടെ നിന്നും ആർക്കും പറയാനായിട്ട് പറ്റും. പബ്ലിക് ഒപ്പീനിയൻ എൻഷ്യൂർസ് ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ. രാഷ്ട്രീയപരമായുള്ള കമ്മ്യൂണിക്കേഷന് ഡെമോക്രാറ്റിക് പ്രോസസ്സിന് പബ്ലിക് ഒപ്പീനിയൻ സഹായിക്കും. അടുത്ത, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ. ഏതൊക്കെയായിരിക്കും? ഇപ്പോൾ പറഞ്ഞ സോഷ്യലും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ആറ്റിറ്റ്യൂഡുകളും ബിലീഫുകളും, നമ്മുടെ പെർസെപ്ഷൻസ്, നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ലും, നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ലാസ്റ്റ് ചോദ്യം, എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? പഠിച്ച കുട്ടികളായതുകൊണ്ട് അത് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം. എന്താണ്? ഇറ്റ് ഈസ് ദ ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ. എന്തിനാ? അബൌട്ട് ദ ഇഷ്യൂസ് അഫക്റ്റിംഗ് ദം. ഇറ്റ് ക്യാൻ ബി പൊസിഷൻ ഓർ ഒപ്പീനിയൻ ജനറലി ഹെൽഡ് ബൈ ദ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഓൺ എ പർട്ടിക്കുലർ ഇഷ്യൂ. ഇതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. വിശദമായ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് പോവുക. ഏതാണ്ട് 2, 3, 4 പാർട്ടോളം വെച്ചിട്ട് ഓരോ ടോപ്പിക്കും വളരെ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് റിവിഷന് വേണ്ടിയിട്ട് മാത്രം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് ചോദ്യ ഉത്തരം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക. ഈ PDF ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. സോ
ഇത്തരം ക്ലാസ്സുകൾ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെയും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ കമൻറ്റിൽ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതിടാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം.